നമസ്കാരം. മാർക്കോയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ വളരെ വേഗത്തിൽ ചെറിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണിത്. മാർക്കോ ഇത്രയും ദിവസമായി 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വലിയ കാര്യമായിട്ട് തന്നെ ഹിറ്റായി മാറിയിരിക്കുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ പറയുന്നതാണ്, ഹിന്ദിയിൽ നിന്ന് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നതെന്ന്. ഹിന്ദിയിൽ ഇപ്പോഴും 10 ലക്ഷത്തിന് മുകളിൽ ഒരു ദിവസം കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നലെ ഹിന്ദിയിലും വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്തിരുന്നു, വരുൺ ധവാന്റെയൊക്കെ പടങ്ങൾ റിലീസ് ചെയ്തിരുന്നു. പക്ഷെ അവിടെയും ഹിന്ദിയിൽ ഈ ചിത്രത്തിന് തിയേറ്റർ കൗണ്ട് നിലനിർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഷോസിന്റെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കളക്ഷൻ 11 ലക്ഷം രൂപയാണ് ഇന്നലത്തെ ഹിന്ദി കളക്ഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ 10-11 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ചുരുങ്ങിയ കളക്ഷൻ ആണെങ്കിൽ പോലും അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഹിന്ദിയിൽ സാധിക്കുന്നുണ്ട്. ഓർക്കേണ്ടത്, യാതൊരുവിധ പ്രൊമോഷനും സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. ആകെ അവിടുത്തെ യൂട്യൂബർമാരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് മാത്രമാണ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 6 ദിവസം കൊണ്ട് 25.5 കോടി രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 25.5 കോടി രൂപ ഉണ്ണി മുകുന്ദന്റെ ചിത്രം വെറും 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിത്രം ഇതിനോടകം തന്നെ 50 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഒഫീഷ്യലായിട്ടുള്ള അഭിപ്രായമാണ് എന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും 50 കോടി നേടി എന്നുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വരുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇവിടെ ഈ വീഡിയോയിൽ പറയാത്തത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 ദിവസം കൊണ്ട് 25.5 കോടി രൂപ നേടിയ ചിത്രം ഇന്നലെ മാത്രം 3 കോടി 50 ലക്ഷം രൂപ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേക ബറോസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ബറോസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് ആദ്യ ദിവസത്തെ കളക്ഷൻ തീർച്ചയായിട്ടും കൂടുതലായിരിക്കുമല്ലോ. ആ ഒരു ചിത്രത്തിന് ആദ്യ ദിവസം 3 കോടി 65 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അതേ സ്ഥാനത്താണ് ഒരാഴ്ചയോളം പിന്നിട്ട മാർക്കോ എന്ന് പറയുന്ന സിനിമ 3 കോടി 50 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് മാർക്കോയുടെ വരവ് ബറോസിന്റെ വരവ് മാർക്കോയെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിലും പുതിയ സിനിമ റിലീസ് ചെയ്ത അതേ പവറോടുകൂടി തന്നെ ഓടുമെന്നുള്ള സൂചന തന്നെയാണ് കാണിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും വലിയ സംസാര വിഷയമായ ഈ സിനിമ വിദേശ മാർക്കറ്റുകളിൽ നിന്നും കേരളത്തിൽ നേടുന്ന അതേ പവറിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കുന്നുണ്ട്. ആവറേജ് 10 കോടിയുടെ അടുത്ത് ഓരോ ദിവസവും വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് 50 കോടി ഇപ്പോൾ എത്തിയെന്നുണ്ടെങ്കിൽ 100 കോടിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയം വേണ്ട. വലിയ വേഗത്തിൽ തന്നെയാണ് സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ഷന്റെ കാര്യത്തിൽ ഉണ്ണി മുകുന്ദന്റെ ആദ്യത്തെ ഒഫീഷ്യലായിട്ട് രണ്ടാമത്തെ ആണെങ്കിൽ പോലും സത്യസന്ധമായിട്ടുള്ള ആദ്യത്തെ 100 കോടി ചിത്രമായിരിക്കും ഇത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.